ഇസ്ലാമിയുമായും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മതേതര മേഖലകളിൽ സാധാരണ ഉന്നയിക്കപ്പെടാറുള്ള തെരഞ്ഞെടുത്ത ഏതാനും ചോദ്യങ്ങൾക്കാണ് ഇവിടെ മറുപടി നൽകുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിലെയും ആദർശപരമായ അടിത്തറയായ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിനാണ് എന്നത് കലിമത്ത് തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധവാക്യത്തിന്റെ അവിഭാജ്യമായ അനിവാര്യമായ ഘടകമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥയായി കാണും. അഥവാ ജീവിതത്തെ മതപരമെന്നോ രാഷ്ട്രീയമെന്നോ സാംസ്കാരികമെന്നോ സാമ്പത്തികമെന്നോ സാമൂഹികമെന്നോ സ്വകാര്യമെന്നോ പൊതുവെന്നോ വേർതിരിക്കാതെ പൊതുവായി കണ്ട് ജീവിതത്തിന്റെ ഈ പറഞ്ഞ മേഖലകളിൽ അത്രയും മൗലികമായി മാർഗദർശനം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജമാഅത്ത് ഇസ്ലാമി സിദ്ധാന്തിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൻ നബവിയിലും അന്ന് തൊട്ടിന്ന് വരെ സ്ത്രീകൾ യാതൊരു മുടക്കവും കൂടാതെ പള്ളിയിൽ നമസ്കാരത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. അവിടങ്ങളിലൊന്നും ഈ രൂപത്തിലുള്ള എതിർപ്പുകളോ വിമർശനങ്ങളോ നേരിടേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുകയും വിശദാംശങ്ങൾ അതാത് കാലത്തിലെ ജനങ്ങൾക്ക് കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ വിട്ടുതരികയും ചെയ്തിരിക്കുന്നു. ഭൗതിക മേഖല എന്ന് പറയുന്ന രംഗത്ത് ഇவ்விധം കൂടിയാലോചിക്കാനുള്ള രംഗം അല്പം വിശാലമാണ് എന്ന് മാത്രമേ ഇതിൽ മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുതയുള്ളൂ. പ്രാസ്ഥാനിക സമ്മേളനം സമാപിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ജനാബ് കെ.എൻ. അബ്ദുള്ള മൗലവി, ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അസിസ്റ്റന്റ് അമീർ മൗലാന ജലാലുദ്ദീൻ അൻസർ ഉമരി, ആമുഖ പ്രഭാഷണം നടത്തിയ ജനാബ് ടി.കെ. അബ്ദുള്ള സാഹിബ്, ചോദ്യോത്തരത്തിൽ സംബന്ധിച്ച ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ഷെയ്ഖ് മുഹമ്മദ് സാഹിബ്, വി.ടി. അബ്ദുള്ള സാഹിബ്, ഇ.സി. ആയിഷ സഹോദരി, ബ്രദർ ഖാലിദ് മൂസ എന്നീ എല്ലാ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അറിയില്ല, നിന്റെ പേരെന്താണ്? 4 വയസ്സുള്ള പച്ച പുള്ളിയുള്ള ട്രൗസറും പച്ച ഷർട്ടും അണിഞ്ഞ പെൺകുട്ടിയെ ഉമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. സെക്യൂരിറ്റി ഓഫീസ് الله أكبر. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم